ഉലമാക്കളെ മാറ്റി വെച്ചുകൊണ്ട് മഹല്ലുകൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. മറാക്കളെ മാറ്റി വെച്ചുകൊണ്ട് മഹല്ലുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. അവിടെ കിളയും കാടും പടർത്തുവാൻ ശ്രമിക്കുന്നവരുണ്ട്. നമ്മൾ അതിനെ വൃത്തിയാക്കുക. ആ മെഷീൻ ഉപയോഗിക്കണം. ആരും അടിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. അത് സംസ്ഥയ്ക്ക് വേണ്ടിയുള്ള മെഷീനാണ്. വിഷയദാരിദ്ര്യമുള്ളവര് പലതും പറഞ്ഞു വന്നിരിക്കും. അതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു സമിതി അതിനുണ്ട്. അനുസരിക്കുക എന്നുള്ളതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നതാണ്. അനുസരണമാണ്. അനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പാരമ്പര്യം. മാറ്റി വെച്ചുകൊണ്ട് മഹല്ലുകൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഉമറാക്കളെ മാറ്റി വെച്ചുകൊണ്ട് മഹല്ലുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. ഇസ്ലാമിന്റെ സന്ദേശത്തെ തലമുറകൾക്ക് പകർന്നു കൊടുക്കാനുള്ള ചുമതല ഉലമാക്കൾക്കാണ്. ആ ഉലമാക്കളെ സൃഷ്ടിക്കുവാനുള്ള ചുമതല, ആ ഉലമാക്കളെ നിർമ്മിക്കുവാനുള്ള, ആ ഉലമാക്കളെ ഉണ്ടാക്കുവാനുള്ള ചുമതല, ഭൗതികമായി അതിന്റെ സാഹചര്യങ്ങൾ ഒരുക്കുവാനുള്ള ഉത്തരവാദിത്വം ഉമറാക്കൾക്കാണ്. ഉമറാക്കൾ ഒരിക്കലും തന്നെ അതൊരു പ്രയാസമായിട്ട് പറയാറില്ല. ഇത് ഞങ്ങളുടെ ഔദാര്യമാണ് എന്ന് ഉമറാക്കൾ പറയാറില്ല. മദ്രസ ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഉമറാക്കളുടെ ഔദാര്യമാണ് എന്നൊരു മഹല്ലുകാരും പറയാറില്ല. മറിച്ച് കടമയാണ്. ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ള മാതൃക അതാണ്. ഇന്ന് ഗൾഫുകളും മറ്റ് സാഹചര്യ വിഭവശേഷിയൊക്കെ നമുക്കുണ്ട്. ഇതൊന്നും ഇല്ലാത്ത കാലത്തും പള്ളികളും മദ്രസകളും ദീനീ സ്ഥാപനങ്ങളും എല്ലാം മുൻ തലമുറകളും നടത്തി നമുക്ക് കാണിച്ചു തന്നിരുന്നു. അവർ വെട്ടിത്തുന്ന വഴികളിലൂടെ സഞ്ചരിച്ചാൽ മതി ഇപ്പോഴത്തെ നമ്മൾ ഉൾക്കൊള്ളുന്ന തലമുറ. നമുക്ക് നമ്മുടേതിന് വേണ്ടി വേറെ ഉണ്ടാക്കേണ്ട കാര്യമില്ല. നമ്മൾ പൂർവികർ സഞ്ചരിച്ച മഹനീയമായിട്ടുള്ള മാതൃകയുണ്ട്. അതിനെ നിലനിർത്തുക, അതിനെ കൊണ്ട് അതിനെ ശുദ്ധമാക്കി മുന്നോട്ട് കൊണ്ടുപോകുക. പലരും അതിനെ മലീമസമാക്കുവാൻ ശ്രമിക്കുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. നമ്മുടെ പൂർവികർ വെട്ടിത്തെളിയിച്ചു തന്ന ശുദ്ധമായ വഴികളെ അവിടെ കിളയും കാടും പടർത്തുവാൻ ശ്രമിക്കുന്നവരുണ്ട്. നമ്മൾ അതിനെ വൃത്തിയാക്കുക. ഇപ്പൊ നല്ല കാട് വിട്ടിന് മെഷീൻ ഉണ്ടല്ലോ. എന്തിനാ നമ്മൾ പേടിക്കണത്? എല്ലാ മഹലിലും മെഷീനുണ്ട്, തോലെട്ടാനൊക്കെ. ആ മെഷീൻ ഉപയോഗിക്കണം. ആരും അടിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. അത് സംസ്ഥയ്ക്ക് വേണ്ടിയുള്ള മെഷീനാണ്. നമ്മുടെ പൂർവികർ വെട്ടിത്തെളിയിച്ചു തന്ന ആ മാതൃക, ആ പാത, അതിനെ ചെളിയേൽക്കാതെ മലിനമാക്കാതെ, കാരണം വഴിയിൽ നിന്നും മാലിന്യത്തെ നീക്കുക എന്നുള്ളത് ഒരു മുഅ്മിനിന്റെ കടമയാണ്. വഴികളെ സഞ്ചാരയോഗ്യമാക്കുക എന്നുള്ളത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് പരിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നത്. അപ്പം അതുകൊണ്ട് മഹല്ലുകളെ സജീവമാക്കി സുരക്ഷിതമാക്കി നമ്മൾ നിലനിർത്തുക എന്നൊരു ഭൂമിയെ കാണിച്ചു തന്ന വലിയ മാതൃക. പിന്നെ വിഷയദാരിദ്ര്യമുള്ളവര് പലതും പറഞ്ഞു വന്നിരിക്കും. എനിക്ക് അവരോട് പറയാനുള്ളത്, വിഷയദാരിദ്ര്യം എന്തിനാ നിങ്ങൾ വിഷയദാരിദ്ര്യത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? നമ്മുടെ പ്രഭാഷണങ്ങളിലും നമ്മുടെ പ്രസംഗങ്ങളിലുമൊക്കെ നല്ല നല്ല കാര്യങ്ങൾ പറയാൻ എത്രയോ വിഷയങ്ങളുണ്ടല്ലോ. നമ്മുടെ വേദികൾ അതിനു വേണ്ടിയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്, അല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയല്ല. നമ്മൾ സത്യത്തിന്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്നവരാണ്. ഇപ്പോൾ വാഫി വിഷയത്തിലും അതിവിടെ സൂചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. അതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു സമിതി അതിനുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉന്നത മുഷാവറ അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമിതിയാണ്. അവരെയും മറികടന്നുകൊണ്ടുള്ള പ്രചാരണത്തിനൊന്നും ആരും മെനക്കെടരുത് എന്ന് എനിക്ക് പറയാനുള്ളത്. അവരാണ് വാഫി വിഷയത്തിലാകട്ടെ, സമുദായത്തെ ബാധിക്കുന്ന വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ, സാമൂഹികമായ മറ്റു കാര്യങ്ങൾ, മതസൗഹാർദ്ദപരമായിട്ടുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഉന്നത സമിതിയായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ കാലാകാലങ്ങളിൽ ഉറച്ച നിലപാടുകൾ എടുത്തിട്ടുണ്ട്.
ആ നിലപാടുകളിൽ എടുക്കാൻ കാര്യശേഷിയുള്ളവർ തന്നെയാണ് ഇപ്പോഴും അവിടെ ഉള്ളത്. അവരെ മറികടക്കാൻ ആരും തന്നെ മെനക്കെടേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് കേരളത്തിൻ്റെ നവോത്ഥാന പാരമ്പര്യത്തിന് എതിരാണ്. അനുസരിക്കുക എന്നുള്ളതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നതാണ്. അനുസരണമാണ്, അനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പാരമ്പര്യം. മഹാനായ ശംസുൽ ഉലമാ അവറുകൾ നമുക്ക് കാണിച്ചു തന്ന പാരമ്പര്യം അതാണ്. ആ പാരമ്പര്യത്തിലൂടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. അതല്ലാതെ ഇവിടെ ജനങ്ങൾക്ക് വിഷമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കാര്യങ്ങളെ ആശയക്കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകുവാൻ ആരും തയ്യാറാവരുതെന്നാണ് നമുക്ക് അവരെ വളരെ സ്നേഹത്തോടെയും വിനയത്തോടെയും ഓർമ്മപ്പെടുത്തുവാനുള്ളത്. നമുക്ക് നല്ലൊരു പാരമ്പര്യം ഉണ്ടല്ലോ, നമുക്ക് സമ്പന്നമായൊരു ഉലമാ നേതൃത്വമുണ്ട്. കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു സമ്പത്ത് അതാണ്, നമ്മുടെ ആസ്തി അതാണ്. വിദ്യ കൊണ്ടും ഹിക്മത്ത് കൊണ്ടും സമ്പന്നമായൊരു ഉലമാക്കളുടെ നിര കേരളീയ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളമുണ്ട്. അവരുള്ള കാലത്തോളം കേരളത്തിലെ മുസ്ലിങ്ങൾ പട്ടിണിയാവുകയില്ല. നമ്മെ ഏത് കാലത്തും ഏത് സന്ദർഭത്തിലും നമ്മെ കാത്തുരക്ഷിക്കുവാൻ സംസ്ഥയുടെ ആ വലിയ ചിറക് നമുക്ക് തണലായിട്ടുണ്ട് എന്ന് നമ്മളെ എല്ലാവരും ഓർമ്മിക്കുക. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വഖറുദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.